ബീഹാറിലെ ബക്സറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടന്ന വധശ്രമ ഗൂഢാലോചന രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു കൊച്ചു ഗ്രാമത്തിലെ സൈബർ കഫേ ഉടമയിൽ നിന്നും അമേരിക്കൻ ചാരസംഘടനയായ CIA വരെ എത്തുന്ന ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയുമ്പോൾ പുറത്തുവരുന്നത് അതീവ ഗൗരവകരമായ വിവരങ്ങളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നത് രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ വധിക്കാൻ 22 ദിവസത്തെ സമയപരിധി നിശ്ചയിച്ച് നീക്കങ്ങൾ നടത്തിയ ഒരു സംഘം പിടിയിലാകുമ്പോൾ അത് വെറും ഒരു പ്രാദേശിക കുറ്റകൃത്യമായി കാണാൻ സാധിക്കില്ല. ബീഹാറിലെ ബക്സർ ജില്ലയിലെ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും ഉയർന്നു വന്ന ഈ ഭീഷണി ഡിജിറ്റൽ യുഗത്തിലെ സുരക്ഷാ വെല്ലുവിളികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് തെളിയിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം പ്രതികൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നേരിട്ട് ബന്ധപ്പെട്ടതാണ് കേസിൽ നിർണായകമായത്. പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള പദ്ധതി തങ്ങളുടെ പക്കലുണ്ടെന്നും ഇത് നടപ്പിലാക്കാൻ തങ്ങൾക്ക് പ്രതിഫലം നൽകണമെന്നും ആവശ്യപ്പെട്ട് പ്രതികൾ സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. വെറും 3 ആഴ്ചയ്ക്കുള്ളിൽ അതീവ സുരക്ഷാ വലയത്തിലുള്ള പ്രധാനമന്ത്രിയെ വധിക്കാൻ സാധിക്കുമെന്നതായിരുന്നു ഇവരുടെ അവകാശവാദം. ഈ കൃത്യം ചെയ്യുന്നതിനായി വൻതുക പ്രതിഫലമായി അവർ ആവശ്യപ്പെട്ടു. ഒരു വാടക കൊലയാളി സംഘത്തിന്റെ രീതിയിലാണ് ഇവർ വിദേശ ഏജൻസികളുമായി ആശയവിനിമയം നടത്തിയത്. ഈ ഗൂഢാലോചനയുടെ സൂത്രധാരൻ ബക്സർ സ്വദേശിയായ അമൻ കുമാർ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. പുറമേക്ക് ഒരു സാധാരണ ഗ്രാമീണ യുവാവായി തോന്നിപ്പിക്കുമെങ്കിലും അമന്റെ ഡിജിറ്റൽ ജീവിതം അതീവ ദുരൂഹമായിരുന്നു. അമൻ കുമാർ ഒരു സൈബർ കഫേ നടത്തിയിരുന്ന ആളാണ്. ഇന്റർനെറ്റിലും ഹാക്കിങ്ങിലും ഇയാൾക്കുള്ള അറിവ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചുവെന്നാണ് പോലീസ് കരുതുന്നത്. 2022 കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളം തകർക്കുമെന്നും അവിടുത്തെ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഹാക്ക് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തിയ കേസിൽ അമൻ കുമാർ നേരത്തെ അറസ്റ്റിലായിട്ടുണ്ട്. ഒരു വിമാനത്താവളത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ ഭീഷണിപ്പെടുത്താൻ തുനിഞ്ഞ ഒരാൾ പ്രധാനമന്ത്രിക്കെതിരെ നീക്കം നടത്തിയതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അതീവ രഹസ്യമായി വിവരങ്ങൾ ചോർത്താൻ അമനും സംഘവും ശ്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന ഗൗരവകരമായ കുറ്റകൃത്യമാണ്. രഹസ്യാന്വേഷണ ഏജൻസികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബക്സർ SP ശുഭം ആര്യയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ബുധനാഴ്ച വൈകിട്ട് സിവിൽ വസ്ത്രധാരികളായ പോലീസ് സംഘം ആശാപരടി ഗ്രാമത്തിൽ അമന്റെ വീട് വളയുകയായിരുന്നു. പിടിക്കപ്പെടുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന അമൻ അപ്പോൾ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുകയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അമന്റെ മുറിയിൽ നിന്ന് ലാപ്ടോപ്പുകളും വിവിധ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. ഇവയെല്ലാം ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. അമൻ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഫുട്പ്രിന്റുകൾ പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ ഗൂഢാലോചനകൾ പുറത്തു വരികയുള്ളൂ. മകൻ നിരപരാധിയാണെന്നാണ് അമന്റെ മാതാപിതാക്കളായ ഗണേഷ് തിവാരിയും ഗീതാദേവിയും പറയുന്നത്. തങ്ങളുടെ മകൻ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഗ്രാമവാസികളും അമനെക്കുറിച്ച് വലിയ പരാതികളില്ലായിരുന്നു. എന്നാൽ അമന്റെ മുറി പോലീസ് സീൽ ചെയ്തതോടെ ഗ്രാമം വലിയ ഭീതിയിലാണ്. ഒരു സാധാരണ ഗ്രാമീണ യുവാവിന് എങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ചാരസംഘടനകളുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നത് ഗ്രാമവാസികളെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമാണ്. ഈ സംഭവം ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾക്ക് മുന്നിൽ പല പ്രധാന ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഏതെങ്കിലും വലിയ ഭീകര സംഘടനയുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ തനിയെ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ കണ്ടെത്തുക എന്നത് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ്. പ്രതികൾ CIA ബന്ധപ്പെട്ടത് എന്തിനാണ്? മറ്റ് രാജ്യവിരുദ്ധ ശക്തികൾ ഇവരെ ഉപയോഗിക്കുന്നുണ്ടോ? ചൈനയോ പാകിസ്ഥാനോ പോലുള്ള രാജ്യങ്ങളുടെ സൈബർ സെല്ലുകൾക്ക് ഇതിൽ പങ്കുണ്ടോ? സാധാരണ ഇന്റർനെറ്റിന് പകരം ഡാർക്ക് വെബ് വഴിയാണോ ഇവർ ആശയവിനിമയം നടത്തിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നിരീക്ഷിക്കുന്നത് അതീവ ദുഷ്കരമാണ്. തിരഞ്ഞെടുപ്പ് കാലത്തോ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളകളിലോ ഇത്തരം ഭീഷണികൾ ഉയരുന്നത് രാജ്യത്തെ രാഷ്ട്രീയ സ്ഥിരതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണോ എന്നും പരിശോധിക്കപ്പെടണം. ജില്ലാ പോലീസ് ആരംഭിച്ച അന്വേഷണത്തിൽ ഇപ്പോൾ കേന്ദ്ര ഏജൻസികളും പങ്കുചേരാൻ സാധ്യതയുണ്ട്. അമന്റെയും കൂട്ടാളികളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ അവർക്ക് വിദേശത്ത് നിന്ന് പണം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യം, ഹാക്കിങ്ങിനായി അവർ ഉപയോഗിച്ച സോഫ്റ്റ്വെയറുകൾ എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കും. ബീഹാർ പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചുവെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയുള്ള ഏത് ഭീഷണിയും രാജ്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. അമൻകുമാറിനെ പോലെയുള്ള യുവാക്കൾ വഴിതെറ്റുന്നതാണോ അതോ വൻകിട ഗൂഢാലോചനകളുടെ ഭാഗമാണോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. രാജ്യത്തെ സൈബർ സുരക്ഷാ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം വിളിച്ചോതുന്നു. അതിർത്തി കടന്നുള്ള ഭീഷണികൾ പോലെ തന്നെ ഭീകരമാണ് രാജ്യത്തിനകത്തെ സൈബർ കഫേകളിൽ നിന്നും ഉയരുന്ന ഇത്തരം ഭീഷണികളെന്ന് നാം തിരിച്ചറിയണം. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗമായ SPG ഈ സംഭവത്തെ തുടർന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും പരിശോധിച്ചേക്കാം. ബീഹാറിലെ ഈ ഗൂഢാലോചന അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഇന്റർനെറ്റിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള എത്ര അമൻകുമാർമാർ ഇനിയും ഉണ്ടാകുമെന്നത് ഗൗരവകരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷാ ഏജൻസികളുടെ കണ്ണ് തുറപ്പിച്ച ഈ സംഭവം ഡിജിറ്റൽ ഇന്ത്യ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളികളുടെ നേർചിത്രമാണ്.